അങ്ങനെ മലയാളത്തിൻ്റെ മോഹൻലാൽ തരുൺ മൂർത്തിയുടെ തുടരുമെന്ന സിനിമയിൽ ഒരാന ഇങ്ങനെ ഒരൊറ്റ കൊമ്പൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ സൈഡിലാണ് ടൈറ്റിൽ കാർഡായി കാണിക്കുന്നത്. പടത്തിൻ്റെ പേരെഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പടം തീരുമ്പോഴും സംവിധായകന്റെ പേരിന് മുമ്പ് ടൈറ്റിൽ കാർഡിന് മുമ്പ് മോഹൻലാൽ എന്ന് വലിയ രീതിയിൽ സ്ക്രീനിൽ കാണിക്കുകയും തുടരും എന്നുള്ള ഒരു പേര് വരികയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ മലയാളി വല്ലാതെ കാത്തിരുന്നു പോയി മോഹൻലാലിനെ എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ ഇമോഷണൽ കണക്റ്റിൻ്റെ എക്സ്ട്രീം ലെവലിൽ സമൂഹത്തെ കൊണ്ടുപോവാൻ അന്നും ഇന്നും എന്നും ഒരേ പേര് മോഹൻലാൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ലാലേട്ടൻ, ആ ലാലേട്ടനെ തരുൺ മൂർത്തി തുടരും എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചു വെച്ചതുപോലെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ എന്നുള്ളത്. ആബാലവൃദ്ധം ജനങ്ങൾ ആഗ്രഹിച്ചു കൊതിച്ചിരുന്നു പോയി. അതിൻ്റെ ഒരു ആവേശ പ്രകടനമാണ് സിനിമാ കൊട്ടകകളിൽ ഇപ്പോൾ കാണുന്നത്. 200 കഴിഞ്ഞു പോവുകയാണ്. വലിയ കൊട്ടിഘോഷിക്കലുകളായി അതിൻ്റെ പ്രമേയവുമൊക്കെയായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയും ഒക്കെയായി വന്ന എമ്പുരാന് മുകളിൽ കടക്കുമോ എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇന്നലകളിൽ വൻ ഹിറ്റാക്കി വെച്ചിരുന്ന 2018 മഞ്ഞുമ്മൽ ബോയ്സും ആവേശവും ഒക്കെ തൂക്കിയെറിഞ്ഞ് മോഹൻലാലിൻ്റെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ എമ്പുരാനെയും മറികടക്കുമോ? ഇത്രയും ഹൈപ്പ് പോലും ഇല്ലാതെ വന്ന ഒരു സിനിമ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അത്രമേൽ അത് ഇടിച്ചു കയറി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സംഘികൾ ശക്തമായി മോഹൻലാലിനെതിരെയുള്ള വേട്ട തുടങ്ങിയിട്ട് കാലം കുറയായി. രാമക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മത്തിന് അതിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മോഹൻലാലിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല എന്നും അപ്പോൾ മുതൽ സംഘി ഹാൻഡിലുകൾ അദ്ദേഹത്തെ നോക്കി വെച്ചതാ. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ എമ്പുരാനിൻ്റെ ആ ഒരു പ്രമേയമുള്ള സിനിമയിൽ അഭിനയിക്കുകയും കൂടി ചെയ്തപ്പോൾ മോഹൻലാൽ രാജ്യദ്രോഹമായി വിദേശിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമയും ഒരു കണക്കിന് നിശബ്ദമായെങ്കിലും സംഘിക്കൂട്ടങ്ങളെ കടന്നാക്രമിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അവരുടെ ഒരു ഹാൻഡിലുകൾ ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ, തുടരും ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആ പടത്തിന്റെ റിവ്യൂവിൽ ആ പടത്തിന് പോസിറ്റീവായി റിവ്യൂ ഇടുന്നതിൻ്റെ എല്ലാം താഴെ വന്ന് കുത്തിയിരുന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. സംഘപരിവാർ BJP കൂട്ടങ്ങൾ തുടരും, മോശം പടം, വളരെ മോശം പടം, രാജ്യദ്രോഹിയുടെ പടം എന്നൊക്കെ. പക്ഷെ നമ്മൾ വോക്സ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ തുടരുകയാണ് അതിൻ്റെ വിജയഗാഥ എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയി മലയാള സിനിമാ തിയേറ്ററുകളിൽ മാത്രമല്ല 100 കോടി കേരളത്തിൽ മാത്രം കളക്ട് ചെയ്യുന്ന ആദ്യ സിനിമയായി മാറുന്നു തുടരും എന്നുള്ള ഒരു പുതിയ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ കഴിഞ്ഞ വീക്കെൻഡുകളിൽ പോലും ഇറങ്ങി 3 ആഴ്ച പിന്നിടുമ്പോഴും ടിക്കറ്റുകൾ കിട്ടാതെ ഫാമിലികൾ പടത്തിന് കയറാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കാത്തിരുന്ന ലാലേട്ടൻ സിനിമയിൽ ഇങ്ങനെ വന്നപ്പോൾ എല്ലാം മറന്ന്, വിവാദങ്ങളെല്ലാം മറന്ന് ആളുകൾ കയറുകയാണ്. മലയാളികൾ അങ്ങനെയാണ്. മലയാളികൾ വലിയ നായക പരിവേഷമുള്ളതോ അല്ലെങ്കിൽ വലിയ സൂപ്പർ സ്റ്റാർഡമുള്ള പടങ്ങളൊന്നുമല്ല. മലയാള സിനിമാ പ്രേക്ഷകരുടെ ഒരു ആംഗിൾ മാറിയിട്ട് കാലത്രയായി. ഒരു ഫേസ് വാല്യൂവും ഇല്ലാത്ത പുതിയ നടന്മാർക്ക് ഇവിടെ വന്ന് കോടികൾ അടിക്കുന്ന രീതിയിൽ, വലിയ രീതിയിലുള്ള ഇനീഷ്യൽ പുൾ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ മലയാള സിനിമ മാറിയ സാഹചര്യത്തിലാണ് കാണാൻ ആഗ്രഹിച്ച പോലെ ലാലേട്ടനെ തരുൺ മൂർത്തി ഇങ്ങനെ വിസ്മയ കാഴ്ചയായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ തുടരും, അല്ലാതെ ഒന്നും പറയാനില്ല. ശക്തമായി അദ്ദേഹം തുടരട്ടെ. മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന ആ ഒരു സ്റ്റാർ അതങ്ങനെ തന്നെ നിൽക്കേണ്ടതാണ്. കാരണം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിപണന മൂല്യമുള്ള ഒരു സ്റ്റാറാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയുമാണ് അദ്ദേഹം.